നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഞാൻ എന്നുള്ള ആ ബോധം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ എവല്യൂഷൻ്റെ സ്കീം എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ തലം എത്തുന്നത് വരെ ഓട്ടോമാറ്റിക്കാണ്. അവർ പ്രകൃതിയിലെ എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളെയും സ്വീകരിക്കുകയാണ്, അതിനനുസരിച്ച് അവർ ജീവിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ആ കഴിവുകൾ ക്രമേണ വളർന്നു വരുന്നത് കാണാം. അപ്പോൾ ബോധം ഡെവലപ്പ് ചെയ്യും തോറും തൻ്റെ സ്ഥാനം ഈ സാഹചര്യങ്ങൾക്ക് അപ്പുറം നിലനിർത്താനുള്ള ഒരു കഴിവ് ക്രമേണ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. മനുഷ്യരിലെത്തുമ്പോൾ അത് വളരെ പ്രോമിനൻ്റാണ്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒരു 4 വയസ്സ് 5 വയസ്സ് വരെ വാശി പിടിക്കുന്നു, പക്ഷെ അവർ അനുസരിക്കുന്നു. ക്രമേണ അനുസരണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ അനുസരണ കുറയുന്നത് അഹംബോധത്തിൻ്റെ ഈ ക്രിയേഷനിലേക്കുള്ള ടേണിങ്ങിൻ്റെ ലക്ഷണമാണ് എന്നാണ് തോന്നുന്നത്. നമ്മൾ ചൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുവരെ ചോയ്സ് ഇല്ല. അമ്മയും അച്ഛനും ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അത് അറിയുന്നില്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിക്കുന്നു. ഫാമിലി 10 പേരും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞാനുണ്ണും എന്ന് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ പോകുന്നു. ഞാൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോൾ ഇത് എൻ്റെ വീട്, എൻ്റെ പേരൻസ്, എൻ്റെ സഹോദരന്മാർ, എൻ്റെ ഫ്രണ്ട്സ്, കുറച്ച് സാധനങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത കാര്യത്തിൽ നമ്മുടെ വിൽ അവിടെ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ചോയ്സ് നമ്മുടെ കയ്യിലാണ്, വളരെ ക്ലിയറാണ്. എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ക്രമേണ ഈ ചോയ്സിൻ്റെ കാര്യം കൂടുതൽ പ്രോമിനൻ്റായി വരുന്നത് കാണാം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എടുക്കണം, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സിന് പോകണം, ഈ ചോയ്സ്, ഏത് ഫ്രണ്ട്സ് വേണം. ക്രമേണ നമ്മൾ എല്ലാം ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റിൽ നിന്ന് നമ്മുടേതായിട്ടൊരു പാതയിലേക്ക് തിരിയാൻ ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് നമ്മൾ ശക്തി കൊടുക്കും. ഇതിനാണ് വിൽ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ ആ വിൽ ഇച്ഛാശക്തി ഘടിപ്പിക്കുന്നത് അതിന് ശക്തി വരും.
അത് നമ്മുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുകയാണെന്ന് ആലോചിച്ചു. ഒരു വഴി നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ്, ഇതായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇച്ഛ അവിടെ ഉപയോഗിക്കുകയാണ്. കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇത് വേണ്ട, തിരിഞ്ഞു, അത് നമ്മുടെ ഇച്ഛയാണ്. ഇച്ഛാശക്തി ഇല്ലാതെ, ബോധമില്ലാതെ ഒരു ഡെഡ് ബോഡിയെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളെ, മനുഷ്യനെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. മനുഷ്യൻ്റെ മനസ്സ് വളരെ പ്രോമിനൻ്റാണ്, വളരെ വലിയൊരു പവറാണ്. പക്ഷേ ഈ മനസ്സ് അതിൻ്റെ പ്രവണതകളുടെ പുറകെയാണ് പോകുന്നത്. സത്സംഗ സംഘാത് അനിലസ്സ സേവ്യോ, ദുസ്സംഗ സംഘാത് അനിലസ്സ ദൂഷ്യോ. ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. കാറ്റിനെ പോലെയാണ്. കാറ്റ് ഏത് തരത്തിലാണ് പോകുന്നത്? വാസന ഉള്ള സ്ഥലത്ത് കൂടെ നല്ല സ്മെല്ല് വരും, ദുർഗന്ധമുള്ള സ്ഥലത്ത് ദുർഗന്ധം വരും. കാറ്റിന് അതിൻ്റേതായിട്ടുള്ള ഗന്ധമില്ല. അതുപോലെയാണ് മനസ്സ്. മനസ്സ് പ്രവണതകൾക്ക് പുറകെ പോകുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു ഓൾറെഡി പ്രിപ്പയർഡ് ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജ്യോത്സ്യം എന്നൊക്കെ പറയും. ജ്യോത്സ്യം ഒരു വിശാലമായിട്ട് പ്രോഗ്രാമാണെന്ന് ചിന്തിക്കാം. പക്ഷേ അതിൽ തിരഞ്ഞെടുക്കുന്ന ഏതാണ്? നമ്മൾ ബീറ്റ് ആൻഡ് ട്രാക്കാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ആ വഴിക്ക് പോകും. ഒരു രാജയോഗം ഉണ്ടാവാം, പക്ഷേ കൂട്ടുകെട്ട് ആ തരത്തിലാണ്. ചിലപ്പോൾ അവരുടെ ഇടയിൽ ഒരു രാജാവും, രാവണനെ പോലെ. രാവണൻ രാജാവായിരുന്നു. പക്ഷേ നീ രാക്ഷസനാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് രാവണൻ രാക്ഷസനായി. വില്ല് അവിടെ ഘടിപ്പിച്ചു. നേരെ വെച്ച് പ്രഹ്ലാദൻ ഭഗവാനിലേക്ക് ഘടിപ്പിച്ചു. അപ്പോൾ ഭഗവാന്റെ ഭക്തനായി, ഹിരണ്യകശ്യപുവിൻ്റെ മകനായിട്ടും. നമ്മുടെ ചോയ്സ്. മഹാഭാരതത്തിൽ അർജുനൻ ചൂസ് ചെയ്തത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തേരാളിയായിട്ട്. കഠോപനിഷത്തിൽ പറഞ്ഞു ബുദ്ധിം തു സാരഥിം വിത്തി. ബുദ്ധിയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ചാരിറ്റി. ബുദ്ധിയെ ആർക്ക് കൊടുക്കണം? ഒരു ഉയർന്ന സോളിന് കൊടുക്കണം. നമ്മളെ നയിക്കാൻ പറ്റുന്ന ഒരു ഹയർ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സോളിന് കൊടുക്കണം എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടത്. പക്ഷേ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നല്ലൊരു സോളിലേക്ക്, ഇപ്പോൾ നമ്മൾ നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക്, നല്ല മനുഷ്യന്മാരുടെ അടുത്തേക്ക് കണക്ട് ആകുമ്പോൾ അവർ നമ്മളെ ഉപദേശിക്കുന്നു. നല്ല പുസ്തകങ്ങൾ, ക്രമേണ അത് എത്തിച്ചേരുന്നത് ഒരു ഗുരുനാഥൻ്റെ അടുത്തേക്കായിരിക്കും. ആ വഴിക്ക് സഞ്ചരിക്കാൻ നമ്മൾ നയിക്കാൻ പറ്റുന്ന ഒരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് എത്തും. അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യും. നേരെ മറിച്ച് കർണനാണെങ്കിലോ നല്ല യോദ്ധാവാണ് അർജുനെ പോലെ, പക്ഷേ ശല്യനാണ് തേരാൾ. ബുദ്ധി ശല്യന് കൊടുത്തു, ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. നീ എന്ത് യോദ്ധാവാടാ, അർജുനനെ നോക്ക്, പാണ്ഡവരെ നോക്ക്, അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഗുണം കളഞ്ഞു. വില്ലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. എത്ര മഹാനായിട്ടുള്ള ആളായാലും സിറ്റുവേഷൻസ് വരിക ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സീനറി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നമ്മൾ സീനറി ഉണ്ടാക്കുന്നില്ല. ഈ സീനറിയിൽ, ഈ സിറ്റുവേഷനിൽ ഞാൻ എവിടെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അവിടെയാണ് എൻ്റെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തിനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. വില്ല് എവിടേക്കാണ് ഘടിപ്പിക്കേണ്ടത്? ഇന്ദ്രിയ തലത്തിലേക്കുള്ള ഫ്ലോ നാച്ചുറലാണ്. കാരണം നമ്മുടെ ക്രിയേഷൻ നിലനിൽക്കുന്നത് അഹംബോധം കാരണമാണ്. അഹംബോധം വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ വേണം. അഹംബോധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആഗ്രഹങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പഴയ അവൈലബിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതുവരെ നല്ലതെന്ന് തോന്നിയ കംഫോർട്ടബിൾ എന്നുള്ള തലത്തിലേക്ക് മനസ്സ് പോവുള്ളൂ. അഹംബോധം അങ്ങനെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാവിറ്റിയിൽ താഴേക്ക് വീഴുന്ന പോലെ താഴേക്ക് പോകുന്നു. ആ ടേണിങ്, ഈ വിൽ ശരിക്കും ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയാണ് പൈസ ഉണ്ടാക്കണം, അതാവണം, ഇതാവണം, അതിനൊന്നും വില്ലിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി, അത് വരേണ്ടത് വരും. വില്ല് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? വില്ല് അറ്റാച്ച് ചെയ്യേണ്ടത് മനസ്സിനെ ഉയർത്തുന്നതിലാണ്. അതാണ് ഭഗവാൻ ഉദ്ധരേത് ആത്മനാത്മാനെന്ന്. നമ്മൾ ഉയർത്തുന്ന, തന്നെ ഉയരില്ല, മനസ്സിനെ അദ്ദേഹത്തിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ള ഹയസ്റ്റിലേക്ക് കണക്ട് ചെയ്തു. ഓൾവേസ് ഐ വിൽ ഡു ദ ബെസ്റ്റ്. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുള്ളൂ. എൻ്റെ ചിന്തകൾ നന്നാവും, എൻ്റെ വാക്കുകൾ നന്നാവും, എൻ്റെ പ്രവൃത്തി നന്നാവും. ഒരിക്കലും ഞാൻ സ്വാർത്ഥതയിലേക്ക് വീഴില്ല എന്നുള്ള ബോധത്തോടു കൂടി ഇച്ഛാശക്തി അങ്ങോട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ടഫായിരിക്കും. കാരണം ഫ്ലോ എപ്പോഴും താഴേക്കായിരുന്നു. പുഴ മുകളിലേക്ക് ഒഴുകാൻ പറ്റും. അപ്പോൾ നമ്മൾ താഴേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ പിന്നെ നന്നായി തോന്നാൻ തുടങ്ങും. നേരെ മറിച്ച് തുടക്കത്തിൽ നല്ലതാണെന്ന് തോന്നുന്നത് അവസാനം ബുദ്ധിമുട്ടായി തോന്നും. അതാണ് ഇന്ദ്രിയ തരത്തിലെ പ്രോബ്ലം. ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത്. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഇച്ഛാശക്തി എപ്പോഴും എൻ്റെ ബെറ്റർമെൻറ്റ്, എന്നെ നശിപ്പിക്കാത്ത, എൻ്റെ മനസ്സിനെ താഴ്ത്താത്ത തലങ്ങളിലേക്ക്, ഉയർത്തുന്ന തലത്തിലേക്ക് തിരിയണം. രാവിലെ കറക്റ്റ് എണീക്കുക, വൃത്തിയായിട്ട് പോവുക, ഡ്രസ്സ് വൃത്തിയായി വയ്ക്കുക, നല്ല വർത്തമാനങ്ങൾ പറയാൻ, ജോലിയിൽ ശ്രദ്ധ ചെലുത്തുക. ഇതൊക്കെ നമ്മൾ വിൽ അവിടെ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നത് കാണാം. നമ്മൾ അറിയാതെ സമയത്തിന് എണീക്കുന്നു, അറിയാതെ നല്ല വാക്കുകൾ പറയുന്നു, അറിയാതെ നല്ല ചിന്തകൾ വരുന്നു. അങ്ങനെ നല്ല ചിന്തകൾ എപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയി. അതാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന റിയലൈസേഷൻ. എപ്പോഴും 100% നന്മ മാത്രം, ലോകത്തിനും എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു
മനസ്സ്, അത് ക്രമേണ ആ ഇൻറ്റൻഷനിലെത്തുന്നു. പിന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു. അപ്പോൾ തുടക്കം നമ്മൾ കുറിക്കണം. അതാണ് വിൽ ഓൾവേസ് നമ്മൾ നന്മയിലേക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.